പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹരായ പല മലയാള താരങ്ങളുമുണ്ട്. അവരെയെല്ലാം ഇന്ത്യയൊട്ടാകെ അറിയുകയും പല സിനിമകളും രാജ്യത്താകമാനം റിലീസ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഉണ്ണി മുകുന്ദൻ നാളിതുവരെ എല്ലാ റെക്കോർഡുകളും തിരുത്തി എഴുതുകയാണ്. സിനിമ കളക്ട് ചെയ്യുന്ന തുകയുടെ കണക്കിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ബോളിവുഡിലെ ഹിന്ദി സിനിമകൾ പോലും മാറ്റിവെച്ച് ഉണ്ണിയുടെ മാർക്കോ റിലീസ് ചെയ്യപ്പെടുകയാണ് വടക്കേ ഇന്ത്യൻ പ്രവിശ്യകളിൽ. കേവലം റിലീസ് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, പകരം ഒറിജിനൽ ബോളിവുഡ് സിനിമകളിൽ ലഭിക്കുന്നതിന് സമാനമായ കളക്ഷനാണ് മാർക്കോയുടെ ഹിന്ദി ഡബ് വേർഷന് അവിടെ ലഭിക്കുന്നത്. ഹിന്ദി ബെൽറ്റിൽ അറിയപ്പെടുന്ന താരങ്ങളൊന്നും തന്നെ ഈ സിനിമയിൽ ഇല്ലതാനും. ഉണ്ണി തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന നടൻ ആണെങ്കിലും ഹിന്ദി സിനിമയിൽ അത്ര ജനപ്രിയനായിരുന്നില്ല. എന്നാൽ ഒറ്റ ചിത്രത്തോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. മലയാളത്തിനൊപ്പം നോർത്തിലും സൂപ്പർ താര സിനിമകളെ ഒറ്റയടിക്ക് അട്ടിമറിച്ചുകൊണ്ട് മാർക്കോ ജൈത്രയാത്ര തുടരുകയാണ്. ഇതിനിടെ സിനിമയുടെ HD പ്രിന്റ് ലീക്ക് ചെയ്ത് ഹിന്ദി ലോബിയും സിനിമയിൽ വയലൻസിന്റെ ആധിക്യമുണ്ടെന്ന പ്രചരണത്തിലൂടെ കേരളത്തിൽ ചിലരും മാർക്കോയുടെ ഖ്യാതിക്ക് ഉടവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ചിത്രത്തിന് ഏശിയില്ല. പൊതുവെ ഉണ്ണിയുടെ ആരാധകർ എന്ന് പറയാറുള്ള യൂത്തിനൊപ്പം കുടുംബ പ്രേക്ഷകരും മാർക്കോയ്ക്ക് ഇടിച്ചു കയറുകയാണ്. ഉണ്ണിയുടെ മികച്ച പെർഫോമൻസിനൊപ്പം ചടുലമായ ഇഴയടപ്പുള്ള തിരക്കഥയും ഇംഗ്ലീഷ് സിനിമകളോട് കിടപിടിക്കുന്ന മേക്കിങ്ങുമാണ് സിനിമയെ ശ്രദ്ധേയമാക്കുന്നത്. ഏത് ജോണറിലുള്ള സിനിമയെയും ശ്രദ്ധേയമാക്കുന്നത് ആകത്തുകയുടെ മികവാണ്. ഇക്കാര്യത്തിൽ സംവിധായകൻ ഹനീഫ് അദനിയുടെ പേര് എടുത്തു പറയാതെ വയ്യ. മലയാളത്തിൽ മറ്റൊരു നടനും താങ്ങാൻ കഴിയാത്തത്ര ഹെയ്റ്റ് ക്യാമ്പയിനുകൾക്ക് ഇരയായ നടനാണ് ഉണ്ണി. സമാജം സ്റ്റാർ, സംഗീത് സ്റ്റാർ എന്നൊക്കെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചവരുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുൻപരിചയം ഉണ്ടെന്നതും അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഒരു പരിചയം പുതുക്കൽ സംഭവിച്ചു എന്നതുകൊണ്ട് ഉണ്ണിയെ ഒരു പ്രത്യേക മതത്തിൻ്റെയോ പാർട്ടിയുടെയോ ചട്ടക്കൂട്ടിലേക്ക് ചിലർ ഒതുക്കി. എത്ര നല്ല സിനിമയുമായി വന്നാലും ഉണ്ണിയെ എറിഞ്ഞു വീഴ്ത്തുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തതുപോലെ മേപ്പടിയാൻ എന്ന സിനിമ വിജയം വരിച്ചിട്ടും മാളികപ്പുറം 100 കോടി ക്ലബിലെത്തിയിട്ടും സിനിമയുടെ ക്രെഡിറ്റ് മാളികപ്പുറവുമായി അഭിനയിച്ച ദേവനന്ദയ്ക്കും സ്വാമി അയ്യപ്പനും നൽകിക്കൊണ്ട് ചിലർ ഉണ്ണിയുടെ നേട്ടം കണ്ടില്ലെന്നു നടിച്ചു. ആരും തകർന്നു പോകാവുന്ന ഘട്ടത്തിൽ സ്വന്തം മസിൽ പോലെ ഉറച്ച മനസ്സുമായി ഉണ്ണി കാത്തിരുന്നു. കല്ലേറുകൾ പൂമാലയായി മാറുന്ന ഒരു ദിവസത്തിനായി. സാധാരണഗതിയിൽ നിരവധി സിനിമകളുടെയും തുടർ വിജയങ്ങളിലൂടെയുമാണ് ഒരാൾ സൂപ്പർ താര പദവിയിൽ എത്തുന്നതെങ്കിൽ ഉണ്ണി മാർക്കോ എന്ന ഒറ്റപ്പടത്തിലൂടെ ആ കിരീടം നേടിയെടുത്തു. മികച്ച ഇനീഷ്യലിനൊപ്പം കളക്ഷനും സ്ഥിരമായി നിലനിർത്തുന്നു എന്നത് മാത്രമല്ല, ദേശഭാഷാ ഭേദമന്യേ പടം ഹിറ്റാക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. വലിയൊരു മാർക്കറ്റിലേക്ക് മലയാള സിനിമയുമായി ഒരു നടൻ നടന്നു കയറുന്നതിന് പിന്നിൽ ഉണ്ണിയുടെ വൈഭവത്തിനൊപ്പം സിനിമയുടെ ക്വാളിറ്റിക്കും ഒരു പങ്കുണ്ട്. ഒരിക്കൽ ഉണ്ണിയെ കൂക്കി വിളിച്ചവർ ഉൾപ്പെടെ നിറയെ തിയേറ്ററുകളിൽ ഇരുന്ന് കയ്യടിക്കുമ്പോൾ ചരിത്രം തിരുത്തി എഴുതപ്പെടുകയാണ്. ഒരിക്കൽ ഉണ്ണിയെ കീറുമുറിച്ചവൾ അടക്കം സകല റിവ്യൂവേഴ്സും ഏകസ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തും ഇത് കഠിനാധ്വാനത്തിൻ്റെ വിജയം എന്ന്. ആക്ഷൻ സിനിമകളിലൂടെ സൂപ്പർ താര പദവി ആഗ്രഹിക്കുന്ന യുവതാരങ്ങൾ നമുക്കിടയിലുണ്ട്. എന്നാൽ അതിൽ പല പരീക്ഷണങ്ങളും പാളിപ്പോകുന്ന അവസ്ഥയാണ് അടുത്തിടെയെല്ലാം കാണാനിടയായത്. ദീപൻ സംവിധാനം ചെയ്ത പുതിയ മുഖം എന്ന സിനിമയിലൂടെയാണ് യങ് സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം പൃഥ്വിരാജിന് ആദ്യമായി ചാർത്തപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മാർക്കയിലൂടെ ഉണ്ണി മുകുന്ദൻ നേടിയെടുത്തതും മറ്റുള്ളവർ സ്വപ്നം കാണുന്ന യുവതാര പദവി തന്നെയാണ്. മാർക്കോ അത്യന്തം മുഷിപ്പില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമ. പണി അറിയാവുന്ന സംവിധായകൻ ഹനീഷ് അദനി ഒരു വശത്ത്, മറുവശത്ത് ഉണ്ണിമുഖുവിൻ്റെ ഗംഭീര പെർഫോമൻസ്. ആക്ഷൻ സീനുകളിലും മേക്കിങ്ങിലും അഭിനയത്തിലും സ്ഥിരം കാണുന്ന പാറ്റേണുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചിത്രം. വ്യത്യസ്ത അഭിരുചികളിലുള്ള പ്രേക്ഷക ലക്ഷ്യങ്ങളെ ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു സിനിമ തെരഞ്ഞെടുത്തു എന്നതാണ് ഉണ്ണിയുടെ സെൻസിബിലിറ്റി. മേപ്പടിയാനിലും മാളികപ്പുറത്തിലും സംഭവിച്ചത് അതാണ്. എന്നാൽ മാർക്കോയിൽ ഉണ്ണി പൂണ്ടു വിളയാടുകയാണ്. ശരിക്കും ഉണ്ണി മുകുന്ദൻ്റെ വൺ മാൻ ഷോ, സോളോ ഹീറോ എന്ന നിലയിൽ ആദ്യത്തെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. മലയാള സിനിമയിൽ ഉണ്ണിയെ നന്നായി മനസ്സിലാക്കിയ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടമുണ്ട്. അതിൽ പ്രധാനിയാണ് മാർക്കോ സംവിധാനം ചെയ്ത ഹനീസ് അദനി. പിന്നെ സിനിമയുടെ പൂർണ്ണതയ്ക്കായി കട്ടയ്ക്ക് കൂടെ നിന്ന നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ്. ഷെരീഫ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർ ഉണ്ണി എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാലം ഞാൻ ആഗ്രഹിക്കുന്നു. ഒടുവിൽ ഇതാ ആ കാലം വന്നിരിക്കുന്നു.
ഇന്ന് സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ എന്ന് വിളിക്കപ്പെടുന്നത് കേരളത്തിൽ മാത്രമല്ല രാജ്യം ഒട്ടാകെയാണ്. ഗോഡ് ഫാദർമാരും പിൻപാട്ടുകാരും കോക്കസുകളും ഇല്ലാതെ ശരിക്കും പൊരുതിക്കയറി വന്നതാണ് ഉണ്ണി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തനിപ്പിടി. പരിഹാസങ്ങളും അപമാനങ്ങളും അവഗണനകളും നേരിട്ടപ്പോൾ ഉണ്ണി പൊട്ടിക്കരഞ്ഞില്ല, പൊട്ടിത്തെറിച്ചുമില്ല. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് ഉറച്ചു നിന്നു. അനായാസമായി സംഭവിച്ചതല്ല ഉണ്ണിയുടെ സിനിമാ ജീവിതം. അതിനു പിന്നിൽ ചെറുതല്ലാത്ത ക്ലേശങ്ങളുടെയും വേദനകളുടെയും ത്യാഗങ്ങളുടെയും കഥകളുണ്ട്.